ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓണത്തിന് ഇടാൻ പറ്റിയ ഒരു എളുപ്പത്തിലുള്ള ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. ഇതിൽ ചെറിയ എംബ്രോയ്ഡറി ആരി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ പാർട്ട് 2 ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യം നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഒരു വയലറ്റ് കളറിലുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ലൈനിങ് പീസാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വണ്ണം ഒന്ന് അളന്നു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക. പകുതി എടുത്തിട്ട് അതിൻ്റെ ആ ഒരു പകുതി നമ്മുടെ ലൈനിങ് പീസിലെടുക്കുക, അത്രയും നീളം. എന്നിട്ട് അത് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ ബ്ലൗസിൻ്റെ ഇറക്കം എടുക്കുന്നത് ഒരു 18-19 ഇഞ്ചാണ്. അപ്പം നമുക്കൊരു 17.5 ഇഞ്ച് ഇറക്കം ബ്ലൗസിന് കിട്ടും. ഇനി കട്ട് ചെയ്യാൻ പോകുന്നത് ബ്ലൗസിൻ്റെ നെക്കും അതുപോലെ തന്നെ കൈക്കുഴിയൊക്കെയാണ്. അതിനായിട്ട് ഇവിടെ നമ്മൾ വണ്ണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4/1 വണ്ണം എടുത്തിട്ട് അതൊന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോൾഡർ എടുത്തിരിക്കുന്നത് 6 ഇഞ്ച്, അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കഴുത്തകലം 3 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ കഴുത്തിറക്കം 5.5 ഇഞ്ച്, അതും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് കൈക്കുഴി എന്തോരം വേണോ അത്രയും നീളത്തിൽ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് വണ്ണം ഇല്ലേ അങ്ങോട്ടേക്കും ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ കോർണറിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മാറ്റി ഇതുപോലെ ഒരു ലൈൻ വരച്ചിട്ട് നേരത്തെ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ലൈനിൻ്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത് കിട്ടിയ കോർണറിൽ നിന്ന് 1 ഇഞ്ച് കയറ്റി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ പോയിന്റിൽ കൂടി കടന്നു പോകുന്ന ഒരു കർവ് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ വരച്ചു കൊടുത്തത് ഫ്രണ്ട് പീസിൻ്റെ അളവുകളാണ്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് പീസിൽ മാത്രമാണ് നമ്മൾ വരച്ചു കൊടുത്തത്. ഇനി ഈ അളവിൽ തന്നെ നല്ല പീസ് കട്ട് ചെയ്തെടുക്കാം. കൈക്കുഴിയും കഴുത്തും ഒന്നും നമ്മൾ നല്ല പീസിൽ കട്ട് ചെയ്തെടുക്കുന്നില്ല. എന്തോരം വണ്ണം ഉണ്ടോ അതിനനുസരിച്ചൊരു സ്ക്വയർ മാത്രമാണ് നല്ല പീസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ലൈനിങ് പീസ് നല്ല പീസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വി വരുന്നില്ലേ അതിൻ്റെ ചുറ്റിനും ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ മിച്ചം വരുന്ന നല്ല പീസില്ലേ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് കഴുത്ത് നല്ലപോലെ വി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടത് മറിച്ചെടുക്കുക. മറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. എന്നിട്ട് അതിൻ്റെ പറ്റയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈക്കുഴിയില്ലേ ആ കൈക്കുഴിയുടെ ഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. മറിച്ചെടുത്തതിന് ശേഷം മാത്രമേ കൈക്കുഴിയുടെ ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുള്ളൂ. എന്നിട്ട് ആ വണ്ണയിലെ സൈഡ് അവിടവും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് മിച്ചം വരുന്ന നല്ല പീസില്ലേ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ബാക്ക് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഇതുപോലെ തന്നെയാണ് കൈക്കുഴി ബാക്ക് പീസിൻ്റെ എടുത്തിരിക്കുന്നത്. കഴുത്ത് നമ്മൾ നല്ലപോലെ കയറിയ കഴുത്താണ്. ഈ ബാക്ക് പീസിൻ്റെ കഴുത്ത് ഇറക്കം എടുത്തിരിക്കുന്നത് 1 ഇഞ്ച് മാത്രമാണ്. അപ്പോൾ ബാക്ക് പീസിൻ്റെ ഞാൻ ലൈനിങ്ങും നല്ല പീസും ഒരുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ കഴുത്തില്ലേ അത് ഒരു 1/2 ഇഞ്ച് വീതിയിൽ കഴുത്തിന് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെയും മറിച്ചെടുക്കുക. നേരത്തെ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് ചെയ്ത പോലെ തന്നെ മറിച്ചെടുത്തിട്ട് പറ്റയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ബാക്ക് പീസില്ലേ അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യണം. നമ്മൾ ബാക്ക് ഓപ്പൺ ബ്ലൗസാണ് വെക്കുന്നത്. ബാക്കിൽ നമ്മൾ കൊളുത്ത് കവറും കൊളുത്ത് പടിയും വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുത്തത്. ഇപ്പം ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പീസില്ലേ ലൈനിങ്ങും ഉണ്ട് നല്ല പീസും ഉണ്ട്, അതും കൂടെ ഒന്ന് പറ്റ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ബ്ലൗസിന് എന്തോരം ഇറക്കമുണ്ടോ ആ നീളത്തിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ വീതി ഒരു 2 ഇഞ്ചൊക്കെ മതി. അപ്പോൾ അതിൻ്റെ മുകളൊന്ന് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് മറിച്ചടിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ പറ്റയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതിൻ്റെ അറ്റം ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഉള്ളിലോട്ട് വെച്ച് ആദ്യം വെച്ച സ്റ്റിച്ച് കാണാത്ത രീതിയിൽ അകത്തോട്ടാക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്താണ് നമ്മൾ കൊളുത്ത് വെക്കുന്നത്. അപ്പുറത്തെ സൈഡിലാണ് കൊളുത്ത് വെക്കാനുള്ള പടി വെക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. മുകൾ ഭാഗവും ഒന്ന് മറിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അകത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ നന്നായിട്ടിരുന്നോളും. ഇനി ഇത് മറിച്ചിട്ടിട്ട്
അറ്റം ഒന്ന് മറിച്ചെടുക്കുക, ഇങ്ങനെ മടക്കി, അങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കി അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പോൾ കൊളുത്ത് വെക്കാനുള്ള ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൊളുത്ത് കോർത്തിടാനുള്ള ആ ഒരു പടിയാണ് വെച്ച് കൊടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലൗസിന് എന്തൊരു ഇറക്കമുണ്ടോ അത്രയും നീളത്തിലും 2 ഇഞ്ച് വീതിയിലും ഒരു പീസ് തുണി കട്ട് ചെയ്തെടുക്കുക. ഈ നല്ല തുണി തന്നെ കട്ട് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്. കാരണം വലിഞ്ഞു വന്നാലും ആ നല്ല തുണി മാത്രമല്ലേ കാണത്തുള്ളൂ. അതിൻ്റെ മുകൾ ഭാഗവും ഒന്ന് മറിച്ചടിച്ച് കൊടുക്കുക. നേരത്തെ നമ്മൾ കൊളുത്ത് വെക്കുന്ന പടി വെച്ചപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. ഇത് അങ്ങനെയല്ല, ഇത് താഴെ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഈ മറിച്ചടിച്ച സ്റ്റിച്ചില്ലേ അത് ഇതുപോലെ പിടിച്ചിട്ട് ഇതിൻ്റെ ഈ ബ്ലൗസിൻ്റെ ആ കഴുത്തിൻ്റെ അകത്തേക്ക്, എന്ന് വെച്ചാൽ അടിയിലാണ് വെക്കേണ്ടത്. ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നേരത്തെ ചെയ്ത പോലെ തന്നെ മുകളിലേക്കാക്കിയിട്ട് മറിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കരുത്. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതുപോലെ വീണ്ടും നഖം കൊണ്ട് ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല സൈഡിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആദ്യം മുകൾ ഭാഗം ഒന്ന് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വി പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ താഴത്തേക്ക് നേരെ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത കൊളുത്ത് എവിടെ വേണോ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വീണ്ടും വി പോലെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ എന്തോരം കൊളുത്ത് വേണോ അതനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അടുപ്പിച്ചടുപ്പിച്ച് കൊളുത്ത് വരുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം നല്ലപോലെ ടൈറ്റായിട്ടിരിക്കാനും ഇനിയിപ്പോൾ ഒരു കൊളുത്ത് വിട്ടുപോയാലും നല്ലപോലെ ടൈറ്റായിട്ടിരിക്കാനാണ്. ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊളുത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പോകത്തില്ല. നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ഫ്രണ്ട് പീസ് ഇതാണ്. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൽ പ്രിൻസസ് കട്ട് കൊടുക്കണം. അതിനായിട്ട് ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് ഒരു 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സൈഡിൽ നിന്ന് 3.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഷോൾഡർ വെട്ടിയപ്പോൾ ഒരു കോർണർ ഇടയില്ലേ, ആ കോർണറിൽ നിന്ന് ഇതുപോലെ ഒരു കർവ് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഫ്രണ്ട് പീസ് 2ആയിട്ട് മടക്കി ഇട്ടിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇതുപോലത്തെ 2 പീസ് കിട്ടും, നടുക്ക് നിന്ന് ഇതുപോലത്തെ ഒരു പീസും കിട്ടും. ഇതെല്ലാം ലൈനിങ്ങുമായിട്ട് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പ്രിൻസസ് കട്ട് നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നടുക്കുന്നുള്ള ആ പീസിൽ അതിങ്ങനെ നേരെ വെക്കുക. എന്നിട്ട് ഇതുപോലെ ബ്ലൗസിൻ്റെ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് തന്നെ കട്ട് ചെയ്ത പീസ് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചരിച്ച് വെച്ചിട്ട് ചെറിയ പീസില്ലേ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത ആ പീസ് ഇങ്ങനെ വലിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒന്നുകൂടി പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ പ്രിൻസസ് കട്ടിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് ബ്ലൗസ് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇടുമ്പോൾ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടിൻ്റെയും കൂടെ ഷോൾഡർ കൂട്ടിപ്പിടിപ്പിക്കണം. അതിനായിട്ട് ഇപ്പോൾ ഈ നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും കൂടി ഒന്ന് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വെക്കുന്നത് പഫ് സ്ലീവാണ്. പഫ് സ്ലീവിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, വേറൊരു വീഡിയോ ഇടാം. അപ്പോൾ പഫ് സ്ലീവ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലെ ആ റൗണ്ട് പോലെയുള്ള ആ ഭാഗത്ത് ഇതുപോലെ കുഞ്ഞു ഞൊറി ഇട്ട് കൊടുക്കുക. ആ ഒരു ഭാഗത്ത് മാത്രമേ ഇടാവുള്ളൂ, ആ വളഞ്ഞ് വരുന്ന ഭാഗത്ത് ഞൊറി ഇടരുത്. അതുപോലെ തന്നെ താഴത്തും നമ്മൾ ഞൊറി ഇട്ടതിൻ്റെ നേരെ തന്നെ ഞൊറി ഇട്ട് കൊടുക്കുക. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഷോൾഡർ കൂട്ടി അടിക്കുക എന്ന്, അത് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞൊറിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഞൊറിഞ്ഞെടുത്ത ആ സ്ലീവ് ഈ ഷോൾഡറിലേക്ക് കൂട്ടിപ്പിടിപ്പിക്കണം. അപ്പോൾ നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് ഇതുപോലെ ആദ്യം ആ നടുക്കത്തെ ഞൊറി വരുന്ന ഭാഗമില്ലേ അത് സ്റ്റിച്ച് ചെയ്ത് തീർക്കുക. എന്നിട്ട് 2 സൈഡും ആ ഷോൾഡറുമായിട്ട് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരു സൈഡ് തീർത്തതിന് ശേഷം അടുത്ത സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഇപ്പം ഞാനതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണിച്ചു തരാം. മറിച്ചിടുമ്പോൾ ഇതുപോലെ ഇരിക്കും, കണ്ടോ? ഇനി നമുക്ക് ഇതിൻ്റെ താഴത്ത്, ഈ സ്ലീവിൻ്റെ താഴത്ത് ഒരു പടി കൂടി വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഒരു 2 ഇഞ്ച് വീതിയിലും നമ്മുടെ കൈക്ക് എന്തോരം വണ്ണം വേണോ ആ ഒരു നീളത്തിലും ഒരു പീസ് തുണി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കൊളുത്ത് കവർ വെച്ചില്ലേ, അതുപോലെയാണ് പടി വെക്കുന്നത്. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ തുണിയുടെ അറ്റം ഒന്ന് മറിക്കുക. എന്നിട്ട് മടക്കി അകത്തേക്ക് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് 2 കൈക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് മറിച്ചെടുത്തിട്ട് 2 സൈഡും കൂടി കൂട്ടിയടിച്ചാൽ നമ്മുടെ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും. ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ബ്ലൗസിൻ്റെ താഴെ വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൊളുത്ത് വെക്കുന്ന സ്ഥലയില്ലേ, നമ്മൾ നേരത്തെ വി പോലെ സ്റ്റിച്ച് ചെയ്ത സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് കൊളുത്തും കൂടി വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ താഴെ ഒന്ന് മടക്കി അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൽ നമ്മൾ കുറച്ച് ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ പാർട്ട് 2 ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഓണം ബ്ലൗസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. താങ്ക്